നമസ്കാരം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നില്ലെന്ന് ചോദിക്കുന്ന രാഹുലിനൊരു മറുപടി വേണ്ടേ? പറയൂ, ആ മറുപടിയാണ് താങ്കളുടെ പഴയ പേര് ആവർത്തിക്കുവാൻ ഇടവരുത്തരുതെന്ന് പിണറായി നൽകുന്ന മറുപടി. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നും ജനക്കളും കൊണ്ട് അങ്ങനെ പറയിപ്പിക്കരുതെന്നും മുഖ്യമന്ത്രി പറയുന്നു. ജയിലും അന്വേഷണവും കാട്ടി താങ്കളെ വിരട്ടണ്ടെന്നും തങ്ങളുടെ മുത്തശ്ശി അടക്കമുള്ളവർ രാജ്യം അടക്കി വാഴുന്ന കാലത്ത് 1.5 വർഷം ജയിലിലിട്ടതാണ് തങ്ങളെ എന്നും പറയുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ മുൻ കോൺഗ്രസ് നേതാവ് അശോക് ചവാനെ പോലെ അല്ല താനെന്നും ഞങ്ങളങ്ങനെ ഭയപ്പെടില്ല എന്നും എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നുമൊന്നുമില്ല, ജയിൽ എനിക്ക് പുത്തരിയുമല്ല. ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയത്. നിങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയിൽ ഒഴിവാക്കിയ ഒരേ ഒരു വിഷയമെന്ന് പറയപ്പെടുന്ന പൗരത്വ ഭേദഗതിയാണ് എന്നും രാജ്യമാകെ പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചപ്പോൾ കോൺഗ്രസ് അകലം പാലിച്ചു എന്നും പറയുന്നു. കേരളത്തിൽ ആദ്യം പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചല്ലേ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്നും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് എന്നത് പറയേണ്ടതുണ്ട്. എന്താണ് അതിനിത്ര മടി എന്ന് അദ്ദേഹം പറയേണ്ടതുണ്ട്. അത് പറയുന്നില്ല എന്നുമാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും ഒരു സംഘപരിവാറിൻ്റെ മനസ്സ്. രാഹുൽ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സംഘപരിവാർ മനസ്സ് വരുന്നോ? ഇവിടെ മാത്രമാണോ നിങ്ങളിത് കാണിച്ചത്? ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദ് ചെയ്തപ്പോഴും സഭയിലും പുറത്തും ഒരു അക്ഷരം പറഞ്ഞില്ല. കേരളത്തിന് അർഹതയുള്ളത് നിഷേധിക്കപ്പെട്ടപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ശബ്ദിച്ചോ? സംയുക്ത പ്രതിഷേധത്തിന് കോൺഗ്രസിനെ ക്ഷണിച്ചിരുന്നല്ലോ. നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ ചാരിയല്ലേ അന്ന് നിന്നത് എന്നും രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പാലിക്കേണ്ട നിയമവ്യവസ്ഥകളിൽ നിന്ന് വ്യതിചലിച്ചാണ് RSSന് കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് വിജയൻ പറയുകയാണ്. CPM നേതാക്കളെ അടക്കം മൊഴിയെടുക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം വെറുതെ ഇരുത്തി അപമാനിക്കുന്നു. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെക്കുകയാണ്. പിണറായി എന്ന് പറയപ്പെടുന്ന ആരാണ് എന്ന് VD സതീശൻ പറയുന്നു. അതായത് കേരളത്തിലെ BJPയുടെ മൗത്ത് പീസാണ് പിണറായി വിജയൻ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വാദം. 35 ദിവസമായി ഒരേ കാര്യം അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ന്യൂനപക്ഷ വോട്ട് നേടുവാനുള്ള ഒരു അടവായിട്ടും വേണം ഇതിനെ കാണേണ്ടത് എന്നും ഫാസിസ്റ്റ് വിരുദ്ധ ചേരിക്ക് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയെ മോദി പ്രതികാര ബുദ്ധിയോടുകൂടി എതിർക്കുമ്പോൾ അതേ തലത്തിൽ വിമർശിക്കുകയാണ് പിണറായി എന്നും പിണറായിയെ ഭരിക്കുന്നത് ഭയമാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. ED ഭയന്നാണ് മോദിക്കൊപ്പം പിണറായി നിലകൊള്ളുന്നത് എന്നുകൂടി പറയുകയാണ് VD. രാജ്യത്താകെ 19 സീറ്റിൽ മത്സരിച്ച് മോദിയെ താഴെ ഇറക്കുമെന്ന് പറയുന്നത് ഭരണം ലഭിക്കുമെന്ന് ഉറപ്പുള്ളവരാണ് പ്രകടന പത്രിക പുറത്തിറക്കേണ്ടത്. അത്തരത്തിലല്ല. ഇവർ എന്തിനാണ് ഇങ്ങനെ പ്രകടന പത്രിക തന്നെ പുറത്തിറക്കിയത്? ഇന്ത്യ എന്ന ആശയത്തെ ഉൾക്കൊള്ളുന്നവർ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടി വരും. കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്നൊക്കെ അവകാശവാദം VD സതീശൻ ഉന്നയിക്കുന്നുണ്ട്. 2014 BJP ക്യാമ്പയിൻ നടത്തി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് വിളിച്ച പേര് വിളിക്കുമെന്ന് പിണറായി പറയുന്നത് BJPയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ആളല്ലേ? BJPയെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യട്ടെ. കരുവന്നൂരിലെ പാവപ്പെട്ടവൻ്റെ പണം കൊള്ളയടിച്ചും അത്രത്തെ മാന്യന്മാരെ ED ചോദ്യം ചെയ്യുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയാത്തത് എന്തുകൊണ്ടാണ്? മാന്യന്മാർ ആരാണെന്ന് പിണറായി പറയട്ടെ. കേരളത്തിൽ ഇപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മത്സരമെന്ന് പറയപ്പെടുന്നത് BJPയും UDFും തമ്മിലാണ്. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ UDF സമ്മതിക്കുന്നില്ല എന്ന് കൂടി സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുലിനെതിരെ നടത്തിയിട്ടുള്ള വിമർശനങ്ങളടക്കം രാഹുൽ ഗാന്ധിക്കെതിരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള മോശം പരാമർശങ്ങൾ അത് പിൻവലിക്കേണ്ടതാണ് എന്നും മാപ്പ് പറയേണ്ടതാണ് എന്നുമൊക്കെ രമേശ് ചെന്നിത്തല അടക്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദിയെ സുഖിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഇത്രത്തോളം തരം താഴാൻ പാടില്ലായിരുന്നുവെന്നും മോശം പരാമർശത്തോടൊപ്പമുള്ള കൊഞ്ഞനം കുത്തൽ അരോചകമായി പോയി എന്നുകൂടി പറയുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി നടത്തിയ അധിക്ഷേപം മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്നുകൂടി പറയുന്നു രമേശ് ചെന്നിത്തല. BJPയുടെയും മോദിയുടെയും കയ്യടി നേടാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ താൻ ഇരിക്കുന്ന പദവിയെ മറക്കരുതായിരുന്നുവെന്നും ഭരണവിരുദ്ധ വികാരമുള്ളതിനാൽ തന്നെ പ്രചാരണത്തിൽ നിന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരെ പിൻവലിച്ചത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ടാണ് മന്ത്രിമാരെ പ്രചാരണത്തിന് ഇറക്കാത്തതെന്നും കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ആഗ്രഹിക്കുന്നവരാണ് മോദിയും പിണറായി വിജയനും എന്നുകൂടി ചെന്നിത്തല പറഞ്ഞു വെക്കുന്നുണ്ട്. പരസ്പരം പോരടിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഭയക്കുന്ന മുഖ്യമന്ത്രി, രാഷ്ട്രീയത്തിൽ പരാജയപ്പെടുമെന്നുള്ള ഉറപ്പുള്ള കോൺഗ്രസ്, ഒപ്പം തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് എന്നേക്കുമായി പടിക്ക് പുറത്ത് പോകേണ്ടി വരുമെന്നുള്ള വല്ലാത്ത ആശങ്കയിൽ കഴിയുന്ന പിണറായി വിജയൻ. അങ്ങനെ CPMഉം കോൺഗ്രസും തമ്മിലുള്ള ആശയപരമായിട്ടുള്ള രാഷ്ട്രീയ മത്സരം നടക്കുമ്പോഴും ആ രാഷ്ട്രീയ മത്സരത്തിനിടയിലും പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടോ മോദി ഭക്തനായി മാറുന്നു എന്നൊരു സംശയമുണ്ടാകുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇങ്ങനെ മകൾക്ക് മുന്നിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുമ്പോൾ ഏതൊരച്ഛനും തോന്നാവുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടമാണ് ഇതെന്ന് പറയേണ്ടി വരും. അങ്ങനെ മകളെ രക്ഷിക്കെടുക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തത്രപ്പാടിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ടാണ്
തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്ന് വരെ മന്ത്രിമാരെ പിൻവലിച്ചുകൊണ്ടും മന്ത്രിമാരെ മാറ്റി നിർത്തിക്കൊണ്ടും മുഖ്യമന്ത്രി അടക്കം മാറി നിന്നുകൊണ്ടൊക്കെ പലപ്പോഴും പ്രചാരണങ്ങൾ നടന്നു പോകുന്നത്. ഭയപ്പാടോടുകൂടി മാത്രമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇപ്പോൾ നേരിടുന്നത് പിണറായി വിജയൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടായത്? സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വന്ന പാളിച്ചകൾ അന്വേഷണ ഏജൻസികൾ കൃത്യമായി അന്വേഷിക്കുകയും ഇഡിയും SFIയും അടക്കമുള്ളവർ കൃത്യമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകളും ജയിലഴികൾക്കുള്ളിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ കണ്ടു തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറെടുക്കുന്ന CPM അണികളെ വരെ നമുക്ക് കാണേണ്ടി വന്ന സ്ഥിതിവിശേഷമുണ്ടായി. വരും ദിവസങ്ങളിൽ കേന്ദ്ര പോളിറ്റ് ബ്യൂറോയും ഒപ്പം തന്നെ CPMുമായി ബന്ധപ്പെട്ട് വരുന്ന അണികളും നേതാക്കളും അടക്കം പിണറായി വിജയനെതിരായി പ്രതികരിക്കുന്ന സമയവും സമാഗതമാവുകയാണ്. അതിന് മുന്നോടിയായിട്ടാകണം ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ മുഖ്യമന്ത്രിയും പിണറായി വിജയനും ഭയക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ഒപ്പം തന്നെ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യ മുന്നണിയിലെ CPMും CPIയും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ പരസ്പരം മല്ലടിക്കുന്നതും പരസ്പരം പോരടിക്കുന്നതും ഇത് BJPക്ക് ഗുണം മാത്രമേ ചെയ്യൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല.